ശ്രീകാന്ത് ചതിച്ചതിനെ പറ്റി ഓർത്ത് വിഷമിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് സുധി ചന്ദ്രമതിനെ ആശ്വസിപ്പിക്കുന്നു. ഇതേസമയം ദേവതി അവിടെ എത്തുകയും രവീന്ദ്രന്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് അവിടെ എത്തുന്ന പോലീസുകാരനോട് അച്ഛനൊരു പാവമാണെന്നും അദ്ദേഹം ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നും ദേവതി പറയുമ്പോൾ ശ്രീകാന്തിനെ വശനെ ഉടനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ രവീന്ദ്രന് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പോലീസുകാരൻ പറയുന്നു. ഇത് കേട്ട് രേവതി അവിടെ നിന്ന് കരയുമ്പോൾ പോലീസുകാരൻ രേവതിയോട് പുറത്തു പോകാൻ പറയുന്നു. ശേഷം രേവതി ശ്രീകാന്തിനെ വിളിച്ചെങ്കിലും കിട്ടാതെ വരുന്നതോടെ രേവതിക്ക് വിഷമമാകുന്നു. ഇതേസമയം അവിടെ എത്തുന്ന ദേവുവിനോട് നീയൊക്കെ കാരണമാണ് അച്ഛൻ ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുകയും ശ്രീകാന്തും വശം വരാതെ അച്ഛനെ വിടില്ലെന്നും പറയുന്നു. ഇത് കേട്ട് ദേവുവിനും ആകെ വിഷമമാകുന്നു. പിന്നീട് പോലീസുകാരൻ രവീന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുകയും ഇയാളെ ലോക്കപ്പിലിടാനും പറയുന്നു. ഇത് കേട്ട് ചന്ദ്രമതിയും ശ്രുതിയും ചേർന്ന് പോലീസുകാരനെ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാർ രവീന്ദ്രനെ ലോക്കപ്പിലിടുന്നു. ഇത് കണ്ട് ചന്ദ്രമതി പൊട്ടിക്കരയുന്നു. ഇതേസമയം സച്ചി അവിടേക്ക് എത്തുകയും അച്ഛൻ ജയിലിൽ കിടക്കുന്നത് കണ്ട് ഞെട്ടിപ്പോവുകയും അച്ഛനോട് കാര്യം തിരക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവിടെ എത്തുന്ന പോലീസുകാരൻ സച്ചിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയും നിന്റെ അനിയൻ ശ്രീകാന്ത് ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ട് പോയതിന്റെ പേരിലാണ് നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തതെന്നും പറയുമ്പോൾ സച്ചി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് സച്ചി മധുസൂദനെ തല്ലാനൊരുങ്ങുമ്പോൾ പോലീസുകാരൻ തടയുകയും സച്ചിയോട് ദേഷ്യപ്പെടുകയും ശ്രീകാന്തും വശം വരാതെ നിന്റെ അച്ഛനെ വിടാൻ പറ്റില്ലെന്നും പറയുന്നു. ഇതേസമയം അവിടെ എത്തുന്ന പോലീസുകാരൻ ശ്രീകാന്തിന്റെ വശയുടെ വിവാഹം ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്നുവെന്ന് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ശേഷം പോലീസുകാരൻ ക്ഷേത്രത്തിലെ റെക്കോർഡ് ബുക്ക് കാണിക്കുകയും രേവതിയാണ് വിവാദത്തിന് സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നതെന്ന് പോലീസുകാരൻ പറയുകയും ചെയ്യുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.